തരാം. എന്തിനാ വെറുതെ 4-5 ദിവസം ഓരോ ഡിസ്ട്രിക്ട് കയറി ഇറങ്ങി നടക്കുന്നേ? ഇങ്ങൊന്നേ സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ബി ഹിയർ. ശരി സാർ. ആ തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ. കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോ പറയാം. என்ன என்று பூமி சுத்தி வராசை. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. എനിക്കൊരു ചാൻസാ, വല്ലപ്പോഴല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂ. വിനയേട്ടാ, ഇതിനകത്ത് വിനയേട്ടന് കാര്യമില്ല. പറയണ കേക്ക്. വിനയേട്ടാ, വിനയേട്ടാ, ഇത് എന്റെ ഓഫീസ്, അത് മറക്കരുത്. സിന്ധു എന്റേതാണ്, അതും മറക്കരുത്. നീ വരണ്ട. വന്നാൽ എന്റെ കൺട്രോൾ വിട്ടുപോകും. ഒറ്റയ്ക്കാവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം. മുത്തന്തരാശൈ. ഹലോ മിസ്റ്റർ വിനയൻ, പ്ലീസ് സിറ്റ് ഡൗൺ. സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും. ഓഹോ, കഴിഞ്ഞോ? നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണ്. നല്ല ശരിക്കും കൊടുത്തു. പോ. എന്താ കേറാത്ത? എന്താ മുഖം മുറിപ്പിച്ചിരിക്കുന്ന? ശോശാമേട്ടത്തി താക്കോല്. എന്താ വിനയ? ഇങ്ങോട്ടിട്ടെ. വിനയ എന്താ? സിന്ധു ഒന്നുകൂടി വേഗം വന്നേ. അവിടെ വിനീനെ സിന്ധു കൂടെ എന്തോ വഴക്ക്. അങ്ങോട്ട് ഇത് എവിടെ പോന്നു? ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആ വേഗം വാ. നീ എന്താ ഈ വീർപ്പിച്ച് കെട്ടി നടക്കണേ? വിനേട്ടൻ എന്തിന്റെ കാര്യമായിരുന്നു? വിനേട്ടന്റെ കാര്യം നോക്കിയപ്പോ എനിക്ക് നിന്റെ കാര്യം കൂടെ നോക്കണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നാളെ ഓഫീസിൽ പോകുമ്പോ എല്ലാരും എന്ത് വിചാരിക്കും? മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലാത്തോണ്ട് ഭർത്താവിനും കൂടി വന്നു. അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ എന്തൊരു ധൈര്യം? എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്റെ മുണ്ട് ഇവിടെ. വിനേട്ട് വെറുതെ ഒച്ച ഒന്നും എടുക്കണ്ട. വിനേട്ടൻ ചെയ്ത് തെറ്റ് തന്നെ. ഞാൻ എന്ത് ചെയ്തു? എന്തിന്റെ ഫയൽ വാങ്ങി അയാളുടെ മുമ്പിൽ പോയത്? നിന്നെ ഒന്ന് വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ നിന്നെ അധിക നേരം പിടിച്ചിരുത്തി ജോലി അയച്ച ഒരു ശൃംഗാര ശ്രമം നടത്താൻ തുനിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന അല്ലാതെ ഒരു കാര്യം നോക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിനുള്ള കരുത്തുമില്ല, തന്റെ ഇടവുമില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പഠിക്കണം. അത് നിനക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇടപെട്ടു. ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചെടുത്തു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യരുടെ ഒരു ഗതി. പരസ്പരം എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ് നാക്ക് വായിലെടുത്തിന് മുമ്പ് തുടങ്ങി ബഹളം. എനിക്ക് കൂടണം. എനിക്ക് എന്നാ കൂട്. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെ വഴക്കിടുന്നേ? കൂടാൻ. എന്തിനു പിണങ്ങി? ഇണങ്ങാൻ. ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അയ്യോ വേണ്ട കേട്ടോ. സിന്ധു, എന്നെ അത്രയ്ക്ക് സ്നേഹമാണോ? എങ്കിൽ നമുക്ക് സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം. അവിടെ ചെല്ലുമ്പോ ഒരു ദേവനെയും ദേവിയെയും കണ്ടാ സിന്ധു എന്ത് ചോദിക്കും? 1000 വർഷം വിനയേട്ടന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും. എന്നാ കണ്ണു തുറന്ന് ചോദിച്ചോ. എന്താ ആഗ്രഹം? നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും നിങ്ങൾ സ്വർഗരാജ്യം വരെ പോയി കളഞ്ഞല്ലോ. ഇപ്പൊ എന്തിനായിരുന്നു ഈ വഴക്ക്? ഇവളുടെ ഓഫീസിൽ ഒരുത്തൻ കുറെ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ച് നടക്കുക. ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു. അതിനുണ്ടാക്കിയ ബഹള. ഉള്ളതാണോ ഈ കേക്കണേ? അതേ പേരേട്ടാ. എന്തായുള്ള പേര്?
എന്താ അയാളുടെ പേരെന്ന്? ശോശാമി ഇവര് പറയില്ല, നമുക്ക് ചെല്ലാം. അയ്യോ വേണ്ട നമ്പേരേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഇപ്പൊ അങ്ങ് വിട്ടേരെ. ഇപ്പൊ ഞാൻ വിട്ടിരിക്കണു, പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. മിസ്റ്റർ വിനയേന്ദ്രൻ, ഞാനും ശോശാമിയും കൂടി സ്വർഗരാജ്യം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ? അതിപ്പോ അവര് പോയിരിക്കല്ലേ.